ഗുഡ് ഈവനിങ് ഓൾ. എല്ലാവരെയും മില്യൺ ബിസിനസ് ചാനലിൽ സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ മാർക്കറ്റ് ന്യൂസ് കിടക്കാം. ഇന്ന് നിഫ്റ്റി 50 461 പോയിന്റ്സിന് നല്ലൊരു റാലി നടത്തി. ജിയോ പൊളിറ്റിക്കൽ ഇഷ്യൂവിൽ വന്ന മാറ്റമാണ് ഇപ്പോൾ ഈ നമ്മുടെ മാർക്കറ്റ് റിഫ്ലക്റ്റ് ചെയ്യാനുള്ള കാരണമായത്. 23,622 ക്ലോസ് ചെയ്തിരിക്കുന്നത്. നിഫ്റ്റി ബാങ്ക് ഇന്ന് 1,638 പോയിന്റ്സ് ഉയർന്നു 56,814 ക്ലോസ് ചെയ്തു. നിഫ്റ്റി മിഡ് ക്യാപ് 60,768 ക്ലോസ് ചെയ്തപ്പോൾ 1,442 പോയിന്റ്സിൻ്റെ ഗെയിൻ ഉണ്ടായി. നിഫ്റ്റി സ്മോൾ ക്യാപ് 18,197 ക്ലോസ് ചെയ്തപ്പോൾ 494 പോയിന്റ്സിൻ്റെ ഗെയിൻ ഉണ്ടായി. ഇന്ത്യ വിക്സ് ഇന്ന് ക്ലോസ് ചെയ്തിരിക്കുന്നത് 14.71 സെൻസെക്സ് ഇന്ന് 1,695 പോയിന്റ്സ് ഉയർന്ന് 75,527 ക്ലോസ് ചെയ്തു. ഇന്നത്തെ DIIFI ആക്ടിവിറ്റി നോക്കിക്കഴിഞ്ഞാൽ ഡേയുടെ ഭാഗത്തു നിന്ന് 5,341 കോടി നെറ്റ് ബൈ ആയിരുന്നു നടന്നത്. FIയുടെ ഭാഗത്തു നിന്ന് ഇന്ന് 1,082 കോടിയുടെ നെറ്റ് സെല്ലിംഗ് ആണ് നടന്നത്. താരതമ്യേന FIയുടെ ഭാഗത്തു നിന്നുള്ള സെല്ലിംഗ് 2 ദിവസം കൊണ്ട് കുറവാണ് സംഭവിച്ചിരിക്കുന്നത്. നിഫ്റ്റി ഈ ആഴ്ചത്തെ മൂവ്മെൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ മൺഡേ 23,123 ക്ലോസ് ചെയ്തു. ട്യൂസ്ഡേ 23,242 ക്ലോസ് ചെയ്തു. വെനസ്ഡേ 23,214 ക്ലോസ് ചെയ്തു. തേഴ്സ്ഡേ 23,161 ക്ലോസ് ചെയ്തു. ഇന്ന് ഫ്രൈഡേ 23,622 ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഈ ആഴ്ച ആകെ നിഫ്റ്റി 50യിൽ 256 പോയിന്റ്സിൻ്റെ ഉയർച്ച ഉണ്ടായി 1.10% റാലി നടത്തി. നിഫ്റ്റി 50 ഈ വർഷത്തെ മുമ്പിൽ നോക്കിക്കഴിഞ്ഞാൽ ജാനുവരി 1 26,129 നിഫ്റ്റി ഇന്ന് 23,622 നിൽക്കുമ്പോൾ 9.59% ലോസ് ആണ് ഈ വർഷം നിഫ്റ്റി 50യിൽ കാണാൻ സാധിക്കുന്നത്. നിഫ്റ്റി 50 കഴിഞ്ഞ 12 മാസത്തെ മൂവ്മെൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ 30 ജൂൺ 2025 25,517 ക്ലോസ് ചെയ്ത നിഫ്റ്റി ഇന്ന് 23,622 നിൽക്കുമ്പോൾ 7.42% ലോസ് ആണ് കഴിഞ്ഞ 12 മാസം നിഫ്റ്റിയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇന്നത്തെ കമ്പനി പെർഫോമൻസ് നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് 2,518 കമ്പനികൾ ഗ്രീനിൽ ക്ലോസ് ചെയ്തപ്പോൾ 481 കമ്പനികൾ ഇന്ന് റെഡിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇന്ന് സെക്ടർ വൈസ് നോക്കിക്കഴിഞ്ഞാൽ നിഫ്റ്റി IT മാത്രമേ റെഡിൽ ക്ലോസ് ചെയ്യുള്ളൂ. ബാക്കി സ്ക്രീനിൽ കാണുന്ന എല്ലാ സെക്ടേഴ്സും ഗ്രീനിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതിൽ നിഫ്റ്റി ഫിനാൻഷ്യൽ സർവീസസ്, നിഫ്റ്റി റിയാലിറ്റി എന്നീ സെക്ടേഴ്സ് എബോവ് 3% റാലി നടത്തി. നിഫ്റ്റി ഓട്ടോ ഒന്ന് 503 പോയിന്റ്സിൻ്റെ ഉയർച്ച ഉണ്ടായി 26,293 ക്ലോസ് ചെയ്തു. നിഫ്റ്റി എനർജി 39,244 ക്ലോസ് ചെയ്തപ്പോൾ 588 പോയിന്റ്സിൻ്റെ ഉയർച്ച ഉണ്ടായി. നിഫ്റ്റി ഫിനാൻഷ്യൽ സർവീസസ് 791 പോയിന്റ്സ് ഉയർന്ന് 25,943 ക്ലോസ് ചെയ്തു. നിഫ്റ്റി FMCG 48,827 ക്ലോസ് ചെയ്തപ്പോൾ 305 പോയിന്റ്സിൻ്റെ ഉയർച്ച ഉണ്ടായി. നിഫ്റ്റി ഹെൽത്ത് കെയർ 51 പോയിന്റ്സ് ഉയർന്ന് 15,551 ക്ലോസ് ചെയ്തു. നിഫ്റ്റി ഇൻഫ്ര 211 പോയിന്റ്സിൻ്റെ ഉയർച്ച ഉണ്ടായി 9,236 ക്ലോസ് ചെയ്തു. നിഫ്റ്റി IT എന്നാൽ ഇന്ന് 25 പോയിന്റ്സിൻ്റെ കുറവാണ് ഉണ്ടായത് 27,795 ക്ലോസ് ചെയ്തു. നിഫ്റ്റി മീഡിയ 22 പോയിന്റ്സിൻ്റെ ഉയർച്ച ഉണ്ടായി 1,487 ക്ലോസ് ചെയ്തു. നിഫ്റ്റി മെറ്റൽ 120 പോയിന്റ്സ് ഉയർന്ന് 12,854 ക്ലോസ് ചെയ്തു. നിഫ്റ്റി ഓയിൽ ആൻഡ് ഗ്യാസ് 233 പോയിന്റ്സിൻ്റെ ഉയർച്ച ഉണ്ടായി 11,012 ക്ലോസ് ചെയ്തു. നിഫ്റ്റി ഫാർമ 73 പോയിന്റ്സിൻ്റെ ഉയർച്ച ഉണ്ടായി 24,380 ക്ലോസ് ചെയ്തു. നിഫ്റ്റി PSU ബാങ്ക് 224 പോയിന്റ്സ് ഉയർന്ന് 8,528 ക്ലോസ് ചെയ്തു. നിഫ്റ്റി റിയാലിറ്റി ഇന്ന് 26 പോയിന്റ്സിൻ്റെ ഉയർച്ച ഉണ്ടായി 769 ക്ലോസ് ചെയ്തിരിക്കുന്നത്. ടോപ്പ് ഗെയിനേഴ്സ് ആൻഡ് ലൂസേഴ്സ് എന്ന് നോക്കിക്കഴിഞ്ഞാൽ ശ്രീറാം ഫിനാൻസ് 7.75% റാലി നടത്തി. ബജാജ് ഫിനാൻസ് 5.49% റാലി നടത്തി. L&T 4.85%, ഇന്റർഗ്ലോബ് ഏവിയേഷൻ 4.60%, ടൈറ്റാൻ 3.95%, TMPV 3.75%, HDC Bank 3.74%, Eternal 3.66%, Geo Finance 3.45% and Axis Bank 2.96% റാലി നടത്തി.
ഇന്നത്തെ ലൂസേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ നെസ്ലെ ഇന്ത്യ 3.29% ഫോളോ കണ്ടു. ONGC 2.53% ഫോളോ നടത്തി. ടെക് മഹീന്ദ്ര 2.45%, SBI Life 0.76%, ടാറ്റ കൺസ്യൂമർ 0.71%, പവർ ഗ്രിഡ് 0.65%, കോൾ ഇന്ത്യ 0.61%, ബജാജ് ഓട്ടോ 0.50%, ഹിൻഡാൽകോ 0.26%, ആൻഡ് HCL ടെക് 0.05% ഫോളോ നടത്തി. ഇതൊരു ബയോ സെല്ലർ റെക്കമെൻഡേഷനില്ല, ഇൻഫർമേഷൻ പർപ്പസിന് മാത്രമാണ് ന്യൂസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അടുത്ത നമുക്ക് ഈ ആഴ്ച വീക്ക്ലി സമ്മറി നോക്കാം. വീക്ക്ലി സമ്മറി എന്ന് പറയുമ്പോൾ കഴിഞ്ഞ ഫ്രൈഡേ ക്ലോസിംഗ് മുതൽ ഈ ഫ്രൈഡേ ക്ലോസിംഗ് വരെയുള്ള ഡീറ്റെയിൽസാണ് കാണിച്ചിരിക്കുന്നത്. ഈ ആഴ്ച DI FI ആക്ടിവിറ്റി നോക്കിക്കഴിഞ്ഞാൽ DIയുടെ ഭാഗത്ത് നിന്ന് 24,014 കോടിയുടെ നെറ്റ് ബൈയിങ് ആയിരുന്നു നടന്നത്. DI എല്ലാ ദിവസവും ബൈയിങ്ങിലായിരുന്നു. FIA എല്ലാ ദിവസവും സെല്ലിങ്ങിലായിരുന്നു. എന്നാൽ സെല്ലിങ്ങിൻ്റെ എമൗണ്ട് താരതമ്യേന ഓരോ ദിവസവും കുറഞ്ഞാണ് വന്നത്. 5,555 കോടിയുടെ സെല്ലിംഗ് ആയിരുന്നു മൺഡേ നടന്നെങ്കിൽ അത് ഫ്രൈഡേ ആയപ്പോൾ 1,082 കോടിയായിട്ട് കുറഞ്ഞു. ആകെ 15,315 കോടി നെറ്റ് സെല്ലിംഗ് ആയിരുന്നു FIയുടെ ഭാഗത്തു നിന്ന് നടന്നത്. ഈ ആഴ്ചത്തെ നിഫ്റ്റി ബാങ്ക്, നിഫ്റ്റി മിഡ് ക്യാപ്, സ്മോൾ ക്യാപ്, സെൻസെക്സ് എന്നിൻ്റെ സമ്മറി ഡീറ്റെയിൽസാണ് കാണിച്ചിരുന്നത്. പറഞ്ഞതുപോലെ കഴിഞ്ഞ ഫ്രൈഡേ ക്ലോസ് ചെയ്തത് മുതൽ ഈ ഫ്രൈഡേ ക്ലോസ് ചെയ്ത് വരെയുള്ള ഡീറ്റെയിൽസാണ് കാണിക്കുന്നത്. നിഫ്റ്റി ബാങ്ക് 2,318 പോയിന്റ് ഉയർന്ന് 4.25% റാലി നടത്തി. നിഫ്റ്റി മിഡ് ക്യാപ് 13 പോയിന്റ്സിൻ്റെ ഉയർച്ചയുണ്ടായി 0.02% റാലി നടത്തി. നിഫ്റ്റി സ്മോൾ ക്യാപ് 87 പോയിന്റ്സ് ഉയർന്ന് 0.48% റാലി നടത്തി. സെൻസെക്സ് 1,284 പോയിന്റ്സിൻ്റെ ഉയർച്ചയുണ്ടായി 1.73% റാലി നടത്തി. ഇത് എല്ലാം ക്ലോസ് ചെയ്യാനുള്ള മെയിൻ റീസൺ ഇന്നത്തെ ഒരു റാലിയാണ്, അല്ലെങ്കിൽ ഇതെല്ലാം നെഗറ്റീവിൽ പോയേനെ. സെക്ടർ വൈസ് ഈ ആഴ്ചത്തെ മുമ്പിൽ നോക്കിക്കഴിഞ്ഞാൽ മിക്സഡ് ആയിട്ടുള്ള പ്രതികരണമാണ് കാണാൻ സാധിക്കുന്നത്. നിഫ്റ്റി എനർജി, നിഫ്റ്റി IT, നിഫ്റ്റി മീഡിയ, നിഫ്റ്റി മെറ്റൽ, നിഫ്റ്റി ഓയിൽ ആൻഡ് ഗ്യാസ് എന്നീ സെക്ടേഴ്സ് റെഡിൽ ക്ലോസ് ചെയ്തപ്പോൾ ബാക്കി സ്ക്രീനിൽ കിടന്ന എല്ലാ സെക്ടേഴ്സും ഗ്രീനിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. നിഫ്റ്റി ഓട്ടോ 127 പോയിന്റ്സിൻ്റെ ഉയർച്ചയുണ്ടായി ഈ ആഴ്ച 0.49% റാലി നടത്തി. എന്നാൽ നിഫ്റ്റി എനർജി 1,101 പോയിന്റ്സ് കുറഞ്ഞ് 2.73% ഫോളോ കണ്ടു. നിഫ്റ്റി ഫിനാൻഷ്യൽ സർവീസസ് 886 പോയിന്റ്സ് ഉയർന്ന് 3.54% റാലി നടത്തി. നിഫ്റ്റി FMCG 525 പോയിന്റ്സിൻ്റെ ഉയർച്ചയുണ്ടായി 1.09% റാലി നടത്തി. നിഫ്റ്റി ഹെൽത്ത് കെയർ 142 പോയിന്റ്സ് ഉയർന്ന് 0.92% റാലി നടത്തി. നിഫ്റ്റി ഇൻഫ്ര 0.59% ഉയർച്ചയുണ്ടായി 54 പോയിന്റ്സ് റാലി നടത്തി. നിഫ്റ്റി IT ഇടിവിലാണ് ഈ ആഴ്ച 1,214 പോയിന്റ്സിൻ്റെ കുറവുണ്ടായി 4.19% ഫോള് ഓവറോൾ ഈ ആഴ്ചയുടെ സമ്മറിൽ കാണാൻ സാധിക്കുന്നുണ്ട്. നിഫ്റ്റി മീഡിയ 14 പോയിന്റ്സിൻ്റെ കുറവുണ്ടായി 0.99% ഫോളോ നടത്തി. നിഫ്റ്റി മെറ്റൽ 367 പോയിന്റ്സിൻ്റെ കുറവുണ്ടായി 2.78% ഫോളോ നടത്തി. നിഫ്റ്റി ഓയിൽ ആൻഡ് ഗ്യാസ് 93 പോയിന്റ്സ് കുറഞ്ഞ് 0.85% ഫോളോ നടത്തി. നിഫ്റ്റി ഫാർമ 132 പോയിന്റ്സ് ഉയർന്നു 0.54% റാലി നടത്തി. നിഫ്റ്റി PSU ബാങ്ക് 269 പോയിന്റ്സ് ഉയർന്ന് 3.27% റാലി നടത്തി. നിഫ്റ്റി റിയാലിറ്റി 0.70 പോയിന്റിൻ്റെ ഉയർച്ച ഉണ്ടായിട്ടുള്ളൂ 0.09% റാലി നടത്തി. ഈ ആഴ്ചത്തെ സമ്മറി ഡീറ്റെയിൽസാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇതാണ് ഇന്നത്തെ പ്രധാനമായ ന്യൂസ് അപ്ഡേറ്റ്സ്. അടുത്ത ന്യൂസ് അപ്ഡേറ്റ്സുമായി മൺഡേ കാണാം. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു വീക്കെൻഡ് ആശംസിക്കുന്നു. താങ്ക് യു. ബൈ ഓൾ.